ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് പോവുകയാണ്. കോഴിക്കോട് NIT-യിൽ KSUവും പോലീസും തമ്മിലുള്ള സംഘർഷം. കോഴിക്കോട് NIT-യിൽ ഷൈജ ആണ്ടവനെ ഡീനാക്കി സ്ഥാനക്കയറ്റം നൽകിയ നടപടിക്കെതിരെയാണ് KSUവിന്റെ പ്രതിഷേധം. പോലീസ് പ്രവർത്തകർക്ക് നേരെ ലാത്തി വീശുകയാണ്. KSUവിന്റെ പ്രതിഷേധം വലിയ സംഘർഷത്തിലേക്ക് പോവുകയായിരുന്നു. അഖില CP വിവരങ്ങളുമായുണ്ട്. അഖില, എത്ര വലിയ പ്രതിഷേധം ഉയർത്തിയ KSU, പോലീസിന്റെ നടപടി എന്തായിരുന്നു? മധു, അതായത് ഷൈജ ആണ്ടവനെ ഡീനായി സ്ഥാനക്കയറ്റം നൽകിയതിനെ തുടർന്നാണ് KSU ഉൾപ്പെടെ ഇന്നലെ DYFIയുടെയും ഇന്ന് SFIയുടെയും KSUയുടെയും പ്രതിഷേധങ്ങൾ നിശ്ചയിച്ചതായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ഏകദേശം 4 മണിയോടെയാണ് KSU പ്രവർത്തകരുമായി മാർച്ച് നടത്തിയത്. ഈ ബാരിക്കേഡ് കെട്ടിയ കയർ വശത്തെ, അതായത് മൂലയിൽ കയർ കെട്ടിയിരുന്നു. അതിലൂടെ NIT-യുടെ ഉള്ളിലേക്ക് കടക്കാൻ ശ്രമിക്കവെയാണ് പ്രവർത്തകരും പോലീസും തമ്മിൽ വാക്കേറ്റം ഉണ്ടാകുന്നത്. വാക്കേറ്റം പിന്നീട് അതായത് KSU പ്രവർത്തകർ ഇത്തരത്തിൽ പോലീസിനെ തെറി വിളിച്ചു എന്നാണ് പോലീസ് പറയുന്നത്. അത് പോലീസിൽ പ്രകോപനമുണ്ടാക്കി. തിരിച്ചവർ ലാത്തി വീശിയെങ്കിലും ഇത്തരത്തിൽ പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ തയ്യാറായില്ല. പിന്നീടാണ് അറസ്റ്റ് ഉൾപ്പെടെയുള്ള ഈ പ്രവർത്തകരെ റോഡിലൂടെ വലിച്ചിഴയ്ക്കുന്ന ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോലീസ് കടന്നത്. എന്തായാലും ഈ പറയുന്നത് പോലെ 50ഓളം വരുന്ന പ്രവർത്തകരെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ്, അതായത് തിങ്കളാഴ്ചയാണ് ഈ പറയുന്നത് പോലെ ഗോഡ്സയ്ക്ക് അനുകൂലമായി കമന്റ് ഇട്ട ഷൈജ ആണ്ടവന് ഡീനായി NIT-യിൽ സ്ഥാനക്കയറ്റം നൽകിയിരുന്നു. അതിനെതിരെ DYFI ഉൾപ്പെടെയുള്ളവരുടെ പ്രതിഷേധം ഇന്നലെ നടന്നിരുന്നു. ഇന്ന് SFIയുടെയും KSUവിന്റെയും പ്രതിഷേധങ്ങൾ നിശ്ചയിച്ചതായിരുന്നു. അതിനിടെയാണ് ഇപ്പോൾ പ്രതിഷേധം ഉണ്ടാകുന്നത്. പ്രൗഡ് ഓഫ് ഗോഡ്സെ ഫോർ സേവിങ് ഇന്ത്യ എന്നായിരുന്നു ഈ ഷൈജ ആണ്ടവൻ ഗോഡ്സെയെ പറ്റി പറഞ്ഞത്. അതായത് ഇന്ത്യയെ രക്ഷിച്ചത് ഗോഡ്സെയാണ് എന്ന തരത്തിലായിരുന്നു ഷൈജ ആണ്ടവന്റെ കമന്റ്. അതിനെതിരെ അന്നും കഴിഞ്ഞ രക്തസാക്ഷി ദിനത്തിന്, അതായത് കഴിഞ്ഞ 2024 ജനുവരി 30-നായിരുന്നു ഷൈജ ആണ്ടവന്റെ കമന്റ്. അപ്പൊ അന്ന് തന്നെ അവർക്കെതിരെ, ആ അധ്യാപികക്കെതിരെ നിരവധി പ്രതിഷേധങ്ങൾ നൽകുന്നതും പ്രൊമോഷൻ അടക്കം നൽകുന്നതും, അതും പ്രൊമോഷൻ മാനദണ്ഡങ്ങൾ പോലും ലംഘിച്ച് പ്രൊമോഷൻ നൽകുന്നതും ഡീനായി ചുമതല ഏൽപ്പിക്കുന്നതും ഒക്കെയായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് വീണ്ടും കോഴിക്കോട് NIT-യെ സമരഭരിതമാക്കുന്നത്. അവിടേക്ക് KSU പ്രവർത്തകർ മാർച്ചും ധർണയുമായി എത്തുകയായിരുന്നു. പോലീസ് അത് തടയുകയുമായിരുന്നു. ഗോഡ്സെയെ പ്രകീർത്തിച്ച കേസിൽ പോലീസ് കുറ്റപത്രം നൽകിയിരുന്നു. പക്ഷേ അതിൽ വിചാരണ ആരംഭിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിനിടെ ആ കേസിൽ ജാമ്യം നേടിയിട്ടുണ്ടായിരുന്നു ഷൈജ ആണ്ടവൻ. അതിനിടെയാണ് ഡീനായിട്ടുള്ള സ്ഥാനക്കയറ്റം ഷൈജ ആണ്ടവന് നൽകിയത്. NIT-യിൽ പ്രതിഷേധത്തിനിടെ പോലീസും KSUവും തമ്മിൽ സംഘർഷമുണ്ടായി. പ്രവർത്തകരെ അവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ഒരു സാഹചര്യമാണ്. ഷൈജ ആണ്ടവനെ ഡീനാക്കി സ്ഥാനക്കയറ്റം നൽകിയതിലാണ് KSUവിന്റെ പ്രതിഷേധം. ഗോഡ്സെയെ പ്രകീർത്തിച്ചുകൊണ്ട് ഷൈജ ആണ്ടവൻ ഗാന്ധിജിയുടെ രക്തസാക്ഷിത്വ ദിനത്തിൽ ഗോഡ്സെയെ പ്രകീർത്തിച്ച് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെക്കപ്പെട്ട ഒരു പോസ്റ്റിൽ ഷൈജ ആണ്ടവന്റെ കമന്റാണ് വലിയ വിവാദമായിരുന്നത്. ഇന്ത്യയെ രക്ഷിച്ചതിന് ഗോഡ്സെയോട് നന്ദി പറയണം എന്ന അർത്ഥത്തിലാണ് ആ കമന്റ് വന്നത്. അതുമായി ബന്ധപ്പെട്ട് ഷൈജ ആണ്ടവനെതിരെ കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടു. കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട്. പക്ഷേ വിചാരണ നടപടികൾ തുടങ്ങിയിട്ടില്ല. അതിനിടയിലാണ് ഇപ്പോൾ ഡീനായിട്ടുള്ള സ്ഥാനക്കയറ്റം നൽകുന്നത്. വിവരങ്ങളുമായി ചേർന്നുണ്ട് അഖില. ഈ സമരം ചെയ്തവരെയൊക്കെ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന നടപടിയിലേക്കൊക്കെ പോലീസ് നീങ്ങിയായിരുന്നു. നിലവിലെ സാഹചര്യം എങ്ങനെയാണ്? ഇപ്പോ 2 ദിവസമായി ഇത്തരത്തിൽ ഷൈജ ആണ്ടവനെ ഇത്തരത്തിൽ നിയമക്കയറ്റം ഡീനായി ഉത്തരവിറക്കിയതിനെ തുടർന്ന് 2 ദിവസമായി NIT-യിൽ പ്രതിഷേധങ്ങൾ, വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിഷേധങ്ങൾ തുടരുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതുമായി ബന്ധപ്പെട്ട് ഇന്നലെ DYFIയുടെയും ഇന്ന് SFIയുടെയും ഈ പറയുന്നത് പോലെ KSUയുടെ ഒക്കെ പ്രതിഷേധ പരിപാടികൾ നിശ്ചയിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇപ്പോൾ KSU നടത്തിയ പ്രതിഷേധ പരിപാടിയിൽ സംഘർഷം ഉണ്ടാകുന്നത്. അതായത് NIT-യിലേക്ക് പ്രവേശിക്കാതിരിക്കാൻ
കയറാതിരിക്കാൻ പോലീസ് ബാരിക്കേഡ് കെട്ടിയിരുന്നു. ആ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെ പോലീസും KSU പ്രവർത്തകരും തമ്മിൽ വാക്കേറ്റമുണ്ടായി. ആദ്യം വാക്കേറ്റമുണ്ടായി. പക്ഷേ അവർ ഈ ബാരിക്കേഡ് മറികടക്കുന്ന ശ്രമങ്ങൾ തുടരുന്നതിനിടെയാണ് പിന്നീട് ഈ പറയുന്നത് പോലെ പോലീസിനെ തെറി വിളിച്ചു എന്നൊരു ആരോപണം പോലീസ് പറയുന്നുണ്ട്. ആ പ്രകോപനം, അത് പോലീസ് പ്രകോപനം ഉണ്ടാക്കി. തിരിച്ച് ആ സമയത്താണ് പോലീസ് പ്രവർത്തകരെ ലാത്തി വീശി ഇത്തരത്തിൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കൊണ്ടുപോയത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ പറയുന്നത് പോലെ RSSന് വേണ്ടിയാണ് പോലീസ് ജോലി ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചായിരുന്നു KSUവിന്റെ ഈ പ്രതിഷേധ പരിപാടികളെല്ലാം അരങ്ങേറിയിരുന്നത്. എന്നാലും ഇപ്പോൾ പ്രവർത്തകരെ മുഴുവൻ 50ഓളം വരുന്ന പ്രവർത്തകരെ മുഴുവൻ അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്. ഇത് KSUവിന്റെ മാത്രം ഒരു പ്രതിഷേധമല്ലല്ലോ, പ്രത്യക്ഷമായ സമരത്തിലേക്ക് SFI അടക്കമുള്ള സംഘടനകളും പോയിട്ടുണ്ട്. മാത്രമല്ല മുതിർന്ന അധ്യാപകരും വിദ്യാർത്ഥികളും എല്ലാം ഈ സംഭവത്തിൽ ഈ ഒരു തീരുമാനത്തിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. സീനിയർ പ്രൊഫസർമാരെ അടക്കം മറികടന്നുകൊണ്ട് മാനദണ്ഡങ്ങൾ ലംഘിച്ചുകൊണ്ടാണ് ഇങ്ങനെയൊരു സ്ഥാനക്കയറ്റം നൽകിയിരിക്കുന്നത്. അത് അവിടുത്തെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ അടക്കം അധികാരം കൈയടക്കാനാണ് എന്നടക്കമുള്ള ആരോപണങ്ങൾ കൂടി ഇതിന്റെ പശ്ചാത്തലത്തിൽ ഉന്നയിക്കപ്പെടുന്നുണ്ടല്ലോ അഖില. തീർച്ചയായും അതും, അതായത് ഈ പറയുന്നത് പോലെ അധ്യാപക സംഘടനകളും പ്രൊഫസർമാരും ഈ പറയുന്നത് പോലെ കഴിഞ്ഞ ഈ 2024 ജനുവരി 30 ഈ കമന്റ് ഇട്ടതിനെ തുടർന്ന് ഈ പറയുന്നത് പോലെ SFIയും KSUവും ABVP ഉൾപ്പെടെയുള്ള എല്ലാ സംഘടനകളും ഇവർക്കെതിരെ പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ട് പോയിരുന്നു. ആ പ്രതിഷേധം വന്നതിനെ തുടർന്ന് കുന്നമംഗലം പോലീസ് ഇവർക്കെതിരെ കേസെടുക്കുകയും ചെയ്തിരുന്നു. ആ കേസിൽ ജാമ്യത്തിലാണ് ഇവർ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ആ സംഭവം കഴിഞ്ഞതിന് ശേഷം ഇവർ കുറച്ചു കാലം വിദേശത്തായിരുന്നു. പിന്നീട് ഈ ഫെബ്രുവരി മാസം, അതായത് കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ഇവരെ ഡീനായി ഉയർത്തിക്കൊണ്ടുള്ള ഒരു ഉത്തരവ് ഇറങ്ങുന്നത്. അതായത് ഈ നിലവിലുള്ള അധ്യാപകരുടെ സീനിയോറിറ്റി എല്ലാം മറികടന്നാണ് ഇവർക്ക് ഒരു ഡീനായി സ്ഥാനക്കയറ്റം നൽകിയിരിക്കുന്നത് എന്നാണ് അധ്യാപകർ ഉൾപ്പെടെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ പല സംഘടനകളും ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. പ്ലാനിംഗ് ആൻഡ് ഡെവലപ്മെന്റ് ഡീനായിട്ടാണ് ഷൈജ ആണ്ടവനെ നിയമിച്ചത്. അപ്പോൾ